وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വന്ദിരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ എന്റെ മാതൃക, എന്റെ നബി എന്ന വിഷയത്തെ സംബന്ധിച്ചു അല്പം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഏതൊരു മനുഷ്യനിലും അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റൊരാളെ അനുകരിക്കുക. നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളെ അനുകരിക്കുന്നുണ്ട്. നന്മയെയും നന്മയുടെ ആളുകളെയും അനുകരിക്കുമ്പോൾ നാം നല്ലവരായി മാറും. പക്ഷേ തിന്മയെയും തിന്മയുടെ ആളുകളെയും നാം അനുകരിക്കുക വഴി തന്നെ നാം ദുഷിച്ചവരായി മാറുകയും ചെയ്യുന്നു. ആയതിനാൽ നന്മയുടെയും നന്മയുടെ വാക്താക്കളെയും നാം അറിഞ്ഞിരിക്കലും അവരെ അനുകരിക്കാൻ ശ്രമിക്കലും നമുക്ക് വളരെ അനിവാര്യമാണ്. ലോകം കണ്ട നന്മയുടെ വാക്താക്കളിൽ വെച്ച് നമുക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അമേരിക്കൻ ചരിത്രകാരനും ചിന്താകനുമായ മൈക്കിൾ എച്ച് ഹാർട്ട് വിശ്വവിഖ്യാതമായ ദ 100 എന്ന പുസ്തകത്തിൽ ലോക ചരിത്രത്തിൽ ജനങ്ങളെ കുറിച്ച് 100 വ്യക്തികളുടെ റാങ്ക് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം ഒന്നാമനായി പരിചയപ്പെടുത്തിയത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1000 ആണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും അവിടുത്തെ ജീവൻ തുല്യം സ്നേഹം അനുയായികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന. തീർച്ചയായും തിരുദൂതരിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുന്നു. അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് വ്യക്തമായി അവിടെ നിന്ന് മനസ്സിലാക്കി തന്നു. ഒരാളെ റോൾ മോഡൽ ആക്കാനുള്ള ഒരു പ്രധാന കാരണം മിക്കവാറും ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. സൗന്ദര്യത്തിന്റെ പേരിലായാലും ബുദ്ധിയുടെ പേരിലായാലും അറിവിന്റെ പേരിലായാലും ധൈര്യത്തിന്റെ പേരിലായാലും ഏത് വിധേന നാം പരിശോധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപാരമായ മികവിനെ മറച്ചു വെക്കാൻ ലോകത്ത് ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ലെന്ന് ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ഇന്നു പക്ഷേ പലരും റോൾ മോഡൽ ആക്കുന്നത് കലാകായിക താരങ്ങളെയും സിനിമ സീരിയൽ താരങ്ങളെയുമാണ്. ഇന്നേ വരെ ഒരു ഉപകാരവും നമ്മുടെ ഭാവിക്ക് കിട്ടാത്ത ചില മനുഷ്യരുടെ പിറകിൽ നാം എന്തിനു കൂടണം? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കൂ. വളരെ ശാന്തസുന്ദരനായി സൗമ്യനായി ലളിതമായി ജീവിച്ച് സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ജീവനക്കാരെ സ്നേഹിച്ച് അനുയായികൾക്ക് വേണ്ടി പലതിനെയും ത്യജിച്ച് വഫാത്തിന്റെ നേരത്ത് പോലും അനുയായികളുടെ കാലത്ത് വേവലാതികൊണ്ട് വിട പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? മനുഷ്യരിന്റെ വർഗം ഉൾപ്പെടെ സകലത്തിലേക്കും റസൂലായി അവതരിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് റിസാലത്ത് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഇടയിൽ പോലും കുട്ടികളോട് പുഞ്ചിരിക്കാനും സലാം പറയാനും അവരുടെ കൂടെ ഇരിക്കാനും മറന്നില്ല. ജോലി തിരക്കുള്ള അടുക്കളയിലെ ജോലി തിരക്കുള്ള ഭാര്യമാരെ സഹായിക്കാനും മറന്നില്ല. ശത്രുക്കളുടെ എതിർപ്പുകൾ പോലും പരിഗണിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഇത്രയും നല്ല ഒരു പ്രവാചകന്റെ അനുയായിയായി ജനിക്കാനുള്ള അവസരം ലഭിച്ചിട്ട് പോലും നമ്മളിൽ പലരും ഇന്നും ഇരുട്ടിന്റെ ശക്തിയെയാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും. ومن أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. തീർച്ചയായും തിരുദൂതരിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. ആരെങ്കിലും എന്റെ ചര്യയെ സ്നേഹിക്കുന്നുവോ അഥവാ പിൻപറ്റുന്നുവോ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ ചാരത്തായി
പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. വഖ്തറാനു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.